ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ ലീഗിൻ്റെ കാര്യം വെള്ളാപ്പള്ളിയും ചൂണ്ടിക്കാണിച്ചത് 9.5 വർഷത്തെ നഷ്ടം, കഴിഞ്ഞ ഭരണത്തിൽ നിന്ന് മാറി നിന്ന സമയത്തെ നഷ്ടം ഈ അധികാരത്തിൽ വരുമ്പോൾ നികത്തണം എന്ന തരത്തിൽ അവർ പരസ്യമായി പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ലാഭനഷ്ട കണക്കൊന്നുമില്ല. അതിനകത്തൂടെ ലാഭം അടിക്കാനോ നഷ്ടം വരുത്താനോ അങ്ങനെയുള്ള ഞങ്ങൾ കൊടുക്കത്തില്ല. ആ സമുദായത്തിനുള്ള ലാഭമാണ്. എന്താ സമുദായത്തിന് നഷ്ടം എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അല്ല, വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാക്കളും മറ്റും സംസാരിക്കുമ്പോൾ അധികാരത്തിൽ നിന്ന് മാറി നിന്ന ആ കാലയളവിലെ നഷ്ടം വരുന്ന തവണ അധികാരത്തിൽ കയറിക്കൊണ്ട് നിലത്താണ്. അങ്ങനെയുള്ളതിനോടൊന്നും ഞാൻ അതിനോട് സഹകരിക്കുന്നില്ല. അപ്പോൾ മറുപടി പറയാം. അതൊക്കെ അതിൻ്റെ വേറൊരു ട്രെൻഡിലുള്ള ചോദ്യങ്ങളാണ്. നമുക്കത് അറിഞ്ഞുകൂടാ. ഞങ്ങളതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അനാവശ്യമായിട്ട് ഒരു ഗവൺമെൻറ്റിനോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് നിയമപരമായി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, എന്താ അവരാരും പറഞ്ഞിട്ടില്ലല്ലോ NSനെ പറ്റി. UDFന്റെ കാര്യത്തിൽ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടാവുന്നു തോന്നിയിട്ടുണ്ടോ? നിയമനം UDF അധികാരത്തിൽ വരുന്ന സമയങ്ങളിൽ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ന്യൂനപക്ഷ നിയമനം അത് നിയമനം പ്രീണനോ ന്യൂനപക്ഷ പ്രീണനോ? അല്ലാതെ ഞാനത് പറഞ്ഞത് ശരിയില്ല. ഈ കഴിഞ്ഞ തവണ NSS SNDP ഒന്നിച്ചപ്പോൾ അന്നൊരു വലിയ ചർച്ചയായത് ഈ 5ാം മന്ത്രി സ്ഥാനമായിരുന്നു. അതേ ആശങ്ക തന്നെയാണോ ഇപ്പോഴും? ഈ കുറച്ചുകൂടെ പറഞ്ഞ 20 സീറ്റിലേക്ക് അവർ വരുന്ന ഒരു ആശങ്ക പറഞ്ഞല്ലോ. ഞങ്ങൾക്കോ? ഇപ്പൊ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. അവർ വരുന്നതിലും ഞങ്ങൾക്ക് ആര് വരുന്നതിലും ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് കാണുന്നില്ല. അല്ല, അത് രമേശ് ചെന്നിത്തലയ്ക്ക് ന്യായമായ ഒരു കാര്യം, അവകാശപ്പെട്ട ഒരു കാര്യം കിട്ടേണ്ടത് വന്നപ്പോൾ നായരായത് കൊണ്ടല്ല. സാമൂഹിക പ്രശ്നത്തിൽ ഇടപെടുമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഏതാ? രമേശ് ചെന്നിത്തല ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസിനകത്ത് ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ ആർക്ക് വേണേലും വോട്ട് ചെയ്തു, നമുക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇന്നാരും മുഖ്യമന്ത്രി ആണോന്നോ ആകരുതെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആര് വേണേൽ ആയിക്കോട്ടെ, ഞങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് വിളിച്ചു. പക്ഷേ അതേ സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനകത്തുള്ള ഒരു പാരമ്പര്യം ഇന്ന് ഇവിടുത്തെ ഏത് നേതാക്കന്മാർക്കുണ്ട്? അല്ല, ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങനെ തന്നെ തോന്നുന്നത്. അവരൊക്കെ വളർത്തിക്കൊണ്ട് വന്ന കോൺഗ്രസ്സുകാർ വരെ അവരെ തള്ളി പറയാൻ തുടങ്ങി ഇരിക്കുകയല്ലേ ഇവിടെ, അല്ലേ? അവർ ആവശ്യമായിട്ടുള്ളൊരു അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവിന് അർഹമായ പരിഗണന കോൺഗ്രസ് ഇപ്പൊ നൽകാത്തൊരു അവസ്ഥ അല്ല, നൽകിയല്ലോ അവർ. കോൺഗ്രസ് ഞങ്ങളത് ആവശ്യപ്പെട്ടു, അവർ നൽകി. അല്ല, ഇപ്പോഴും അല്ല, ഇപ്പോഴും അവർ ഈ ഇലക്ഷനല്ലേ വന്നിരിക്കുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ. കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഭിന്നതയാണ്. അതിൻ്റെ ക്ഷീണം അവരനുഭവിച്ചോളും.